ഹായ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ദിസ് ഈസ് ഡോക്ടർ നൈല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയും. ആ വാക്കിൽ തന്നെ, ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അതായത് പതുക്കെ നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻ ഇല്ലാണ്ടാവുന്ന ഒരു അസുഖമാണ് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ഫെയിലായി പോവുക, കിഡ്നിയുടെ ഫങ്ഷൻ ഇല്ലാണ്ടായി പോവുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഇത് കൂടുതൽ കണ്ടുവരുന്നത് നമ്മളുടെ ഡയബറ്റിക് പേഷ്യൻസും അതുപോലെ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിനുമാണ് ഇത് കൂടുതൽ കാണുന്നത്. കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്? നമ്മളെ ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസിനെ അതുപോലെ തന്നെ ടോക്സിൻസിനെ നമ്മൾ യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്ത് കളയുക. അതായത് ടോക്സിൻസും വേസ്റ്റും നമ്മളെ ബ്ലഡിൽ നിന്ന് നമുക്ക് കളയുക എന്നാണ് കിഡ്നിയുടെ ഫങ്ഷൻ. അപ്പൊ ഈ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ക്രോണിക് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇതല്ല, ഇത് ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവരും ഹൈപ്പർ ടെൻസീവ് ആയവരും അല്ലാത്തവർക്കും ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്രോണിക് കിഡ്നി ഡിസീസിന് അടിമകളാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്പർ 1 ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് EGFR, അതായത് എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നിക്ക് എത്രമാത്രം ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നറിയുന്നതാ. അതിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ CKD. അത് ഏത് സ്റ്റേജിലാണ് നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. സ്റ്റേജ് 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, അത് 5th സ്റ്റേജിലേക്ക് എത്തിയോ എന്നുള്ളത്. പിന്നെ വരുന്നതാണ് സിറം ക്രിയാറ്റിൻ ലെവൽ. അപ്പൊ ക്രിയാറ്റിൻ ഒരു ടോക്സിൻ ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ ശരീരത്തിൽ തിരിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നിയുടെ ഫിൽട്രേഷൻ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് ആ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. പിന്നെ വരുന്നതാണ് ബ്ലഡ് യൂറിയ നൈട്രജൻ 1 എന്ന് പറയും. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കിഡ്നിക്ക് ഹൈഡ്രേഷൻ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ യൂറിൻ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിഡ്നിക്ക് അസുഖമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ മോണിറ്റർ ചെയ്യണം. അതുപോലെ നമുക്ക് ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ BP എപ്പോഴും മോണിറ്റർ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്